സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തസ്ബീഹ് നിസ്കാരത്തിന് വലിയ പവിത്രതയാണ്, പുണ്യമാണുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അങ്ങയ്ക്ക് ഞാനൊരു സമ്മാനം നൽകട്ടെ എന്ന് ചോദിച്ചു കൊടുത്ത സമ്മാനം അത് മഹത്തായ തസ്ബീഹ് നിസ്കാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, അബ്ബാസ് തങ്ങളെ, ഈ മഹത്തായ നിസ്കാരം നിങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ 10 രൂപത്തിലുള്ള ദോഷങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അവ്വലഹു വ ആഖിറഹു, ആദ്യത്തെയും അവസാനത്തെയും ദോഷങ്ങൾ. ഖദീമഹു വ ഹദീസഹു, പഴയതും പുതിയതും. ഖതഅഹു വ അംദഹു, മനഃപൂർവ്വം ചെയ്തതും പിഴച്ചു ചെയ്തതും. സഗീറഹു വ കബീറഹു, ചെറുതും വലുതും. സിർറഹു വ അലാനിയതഹു, രഹസ്യവും പരസ്യവും. ഇങ്ങനെ 10 രൂപത്തിലുള്ള ദോഷങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുന്നതാണ് എന്ന് അബ്ബാസ് തങ്ങളോട് പറയാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മഹത്തായ നിസ്കാരത്തിന്റെ അതിന്റെ റക്അത്തുകളും അതിന്റെ രൂപങ്ങളും തസ്ബീഹും കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം തങ്ങൾ പറയാൻ, അതുകൊണ്ട് ഇനിസ്തതഅത അൻ തുസല്ലിഹാ ഫീ കുല്ലി യൗമിൻ മറത്തൻ ഫഫഅൽ, അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം സാധിക്കുമെങ്കിൽ ചെയ്യുക. ഫഇല്ലം തഫഅൽ ഫീ കുല്ലി ജുമഅത്തിൻ മറ, അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസം ചെയ്തോളണം. ഫഇല്ലം തഫഅൽ ഫീ കുല്ലി ശഹ്രിൻ മറ, ആഴ്ചയിൽ സാധ്യമല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം നടത്തുക. ഫഇല്ലം തഫഅൽ ഫീ കുല്ലി സനത്തിൻ മറ, അതിനും സാധ്യമല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നിർവഹിക്കുക. ഫഇല്ലം തഫഅൽ ഫീ ഉംരിക മറ, അതിനും സാധ്യമല്ലെങ്കിൽ നിന്റെ ആയുഷ്കാലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നീ ചെയ്തോളണം എന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇതിന്റെ മഹത്വം എല്ലാം പറഞ്ഞിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ള നിസ്കാരങ്ങളിൽ നിന്ന് വേർതിരിയുന്നത് ഈ നിസ്കാരത്തിൽ 300 തസ്ബീഹുകൾ ചൊല്ലാനുണ്ട് എന്നതു തന്നെ. ഓരോ റക്അത്തുകളിലും 75 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക. ഓരോ റക്അത്തുകളിലും 75 പ്രാവശ്യം. എന്നാൽ മറ്റൊരു റിവായത്തിൽ കാണാം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുകൂടെ ഉണ്ട്. അപ്പൊ ഏതായാലും ഈ 2 ദിക്റുകൾ തസ്ബീഹുകൾ, ഈ തസ്ബീഹ് ഓരോ റക്അത്തുകളിലും 75 പ്രാവശ്യമായി 4 റക്അത്തുകളിൽ 300 തസ്ബീഹുകളായി പൂർത്തീകരിക്കുക. തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. ജമാഅത്തായി നിസ്കരിച്ചത് കൊണ്ട് വിരോധം ഇല്ല, അതുകൊണ്ട് കറാഹത്തും വരുന്നില്ല. എന്നാൽ ഒരാൾക്ക് പരിശീലിക്കാൻ വേണ്ടിയോ നിസ്കാരത്തെക്കുറിച്ച് അറിയില്ലാത്ത ഒരാൾക്ക് അത് പരിശീലനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിച്ചാൽ കൂടുതൽ തുമഇനീനത്ത് കൂടുതൽ ഇഖ്ലാസും ഭക്തിയും ലഭിക്കുന്നുവെങ്കിൽ അങ്ങനെ നിസ്കരിക്കാമെന്ന് മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ഏതായാലും ഈ ഇത്രയും വലിയ മഹത്തായ ഈ നിസ്കാരം പകൽ സമയത്തും നിസ്കരിക്കാം, രാത്രി സമയത്തും നിസ്കരിക്കാം. എന്നാൽ മഹാന്മാരായ മഹത്തുക്കൾ പറയുന്നു പകൽ സമയത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്തും ഒറ്റയടിക്ക് ഒറ്റ സലാമോടുകൂടെ തീർക്കുക എന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത്. എന്നാൽ രാത്രി സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഈ രണ്ട് റക്അത്തായി, ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുന്നു, സലാം വീട്ടുന്നു, അടുത്ത 2 റക്അത്ത് നിസ്കരിക്കുന്നു, സലാം വീട്ടുന്നു. ഇങ്ങനെ ഈ 2 റക്അത്തുകളായി നിസ്കരിക്കുക. ഇതാണ് നല്ല രൂപം എന്ന് പറയുന്നു. അല്ലാതെ പൂർണ്ണമായി നിസ്കരിച്ചാലും കുഴപ്പമില്ല, നല്ല രൂപമാണ് ഈ പറയപ്പെട്ടത്. എന്നാൽ ഒരു റക്അത്തിൽ 75 തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ഈ തസ്ബീഹ് 75 പ്രാവശ്യം വരുന്നത് എങ്ങനെയാണ് അതൊന്ന് നോക്കാം. ആദ്യം ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതുന്നു. ആ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഏതെങ്കിലും ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ സബ്ബഹ യുസബ്ബിഹു എന്നതുകൊണ്ടൊക്കെ തുടങ്ങുന്ന സൂറത്തുകളാണെങ്കിൽ നല്ലത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല അത് പറ്റും. യുസബ്ബിഹു ലില്ലാഹി എന്നങ്ങനെ തുടങ്ങുന്ന അങ്ങനെ 4 റക്അത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം ഈ രൂപത്തിൽ ഓതാൻ അറിയുന്ന ഏതെങ്കിലും സൂറത്തുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇനി അതറിയില്ല എങ്കിൽ 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാഖുമുത്ത തകാസുർ സൂറത്ത് ഓതൽ പ്രത്യേകമായി മഹത്വമുണ്ടെന്ന് മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാഖുമുത്ത തകാസുർ, 2ാമത്തെ റക്അത്തിൽ വൽ അസ്രി സൂറത്ത്, 3ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത്, 4ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഇഖ്ലാസ് സൂറത്ത്. ഇങ്ങനെ ഓതൽ മഹത്വമുണ്ടെന്ന് മഹാന്മാർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഫാത്തിഹ സൂറത്ത് ഓതി ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയതിന് ശേഷം 15 പ്രാവശ്യം ഈ തസ്ബീഹ് ചൊല്ലുക. അത് കഴിഞ്ഞ് റുകൂഇൽ പോയാൽ 10 പ്രാവശ്യം ചൊല്ലുക. അത് കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് വന്നാലും 10 പ്രാവശ്യം ചൊല്ലുക. അത് കഴിഞ്ഞ് 2 സുജൂദുകളിലും 10 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ ഈ ഇടയിലുള്ള ഇരുത്തത്തിലും 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ 10 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ
രണ്ട് സുജൂദുകളും കഴിഞ്ഞിട്ട് ഒരു റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയരുന്ന സമയത്ത് ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിൽ ചൊല്ലുക. അങ്ങനെ 75 പ്രാവശ്യം പൂർത്തിയാക്കി. ഇനി രണ്ടാമത്തെ റക്അത്തിലാണെങ്കിൽ പിന്നെ അത്തഹിയാത്ത് ഇരിക്കുമല്ലോ. അപ്പൊ ആ അത്തഹിയാത്തിന്റെ സമയത്ത് അപ്പൊ പിന്നെ അവിടെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഉണ്ടാവുകയില്ല. ആ ഇസ്തിറാഹത്തിന് പകരം അത്തഹിയാത്ത്. അങ്ങനെ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ 10 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ 75 പ്രാവശ്യം തീർക്കുക. എന്നാൽ നമ്മൾ സാധാരണ ഓരോ സമയങ്ങളിലും റുകൂഇലും സുജൂദിലും ഇഅ്തിദാലിലും ഒക്കെ അതുപോലെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ സാധാരണ ഒരു ദിക്ർ ചൊല്ലാറുണ്ട്. ആ ദിക്ർ ചൊല്ലിയതിന് ശേഷമാണ് ഈ പറയപ്പെട്ട 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലേണ്ടത്. എന്നാൽ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലേണ്ടതോ അത് അത്തഹിയാത്ത് ഓതുന്നതിന്റെ മുമ്പ് ഈ മഹത്തായ തസ്ബീഹ് ചൊല്ലുക. ഈ തസ്ബീഹ് കഴിഞ്ഞതിന് ശേഷമാണ് അത്തഹിയാത്ത് ഓതേണ്ടത് എന്ന് മഹാന്മാരായ മഹത്തുക്കൾ ഇങ്ങനെ പറയുന്നത് കാണാം. എന്നാൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ പ്രത്യേകമായ ദിക്റുകളൊന്നും വാരിതായി വന്നിട്ടില്ലല്ലോ, നമ്മൾ സാധാരണ ചെല്ലാറില്ലല്ലോ. അതുകൊണ്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ഇരുന്നാൽ തന്നെ 10 പ്രാവശ്യം ചെല്ലുക. അത് കഴിഞ്ഞ് പിന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് പിന്നെ അതിൽ നിന്ന് ഇത് പൂർത്തിയാക്കിയതിനു ശേഷം എഴുന്നേൽക്കുന്ന സമയത്ത് തക്ബീർ ചൊല്ലൽ സുന്നത്തില്ല. അത് നേരത്തെ നമ്മൾ സുജൂദിൽ നിന്ന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ അത് ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരു തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉയർച്ചയിലേക്ക് വരുന്ന സമയത്ത് തക്ബീർ ചൊല്ലൽ സുന്നത്തില്ല എന്ന് മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചതാണ്. ഇനി ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും തസ്ബീഹുകൾ മറന്നാൽ, ഉദാഹരണത്തിന് നൃത്തത്തിൽ ചെല്ലേണ്ട 15 തസ്ബീഹ് മറന്നു, എന്നാൽ ആ തസ്ബീഹ് റുകൂഇൽ വീണ്ടെടുക്കാവുന്നതാണ്. റുകൂഇലുള്ള 10ഉം അതുപോലെ തന്നെ ഈ മറന്ന 15ഉം അങ്ങനെ 25 പ്രാവശ്യം റുകൂഇൽ ചെയ്യാവുന്നതാണ്. എന്നാൽ റുകൂഇൽ മറന്നത് ഇഅ്തിദാലിൽ ചെയ്യാൻ പറ്റൂല. കാരണം ഇഅ്തിദാൽ എന്നത് കസീറായ ഫർളാണ്, ചെറിയ ഫർളാണ്. അതുകൊണ്ട് റുകൂഇൽ മറന്നത് പിന്നെ സുജൂദിലെ എടുക്കാൻ പറ്റുകയുള്ളൂ, മടക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഇഅ്തിദാലിൽ മറന്നതും സുജൂദിൽ എടുക്കാം. പക്ഷെ ഇഅ്തിദാലിൽ വേറെ ഒരു സ്ഥലത്ത് നിന്ന് മറന്നത് ഇഅ്തിദാലിൽ എടുക്കാൻ പറ്റൂല. അതുപോലെ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും വേറെ മറന്നത് അത് വീണ്ടെടുക്കാൻ പറ്റുകയില്ല. അതുപോലെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കുന്ന സമയത്തും വേറൊരു സ്ഥലത്ത് മറന്നത് നമ്മൾ വീണ്ടെടുക്കാൻ പറ്റുകയില്ല. അത് ആ സമയത്തുള്ള ദിക്റുകൾ തസ്ബീഹുകൾ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോ നൃത്തത്തിൽ മറന്നാൽ അത് റുകൂയിൽ എടുക്കാം. റുകൂയിൽ മറന്നാൽ പിന്നെ ഇഅ്തിദാലിൽ പറ്റുകയില്ല, അത് സുജൂദിലാണ് വീണ്ടെടുക്കേണ്ടത്. എന്നാൽ ഇഅ്തിദാലിൽ മറന്നാൽ അതും സുജൂദിൽ എടുക്കാം. സുജൂദിൽ മറന്നാലോ അത് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ അത് വീണ്ടെടുക്കാൻ പറ്റുകയില്ല, രണ്ടാമത്തെ സുജൂദിലാണ് വീണ്ടെടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഇതിന്റെ രൂപങ്ങൾ മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി തസ്ബീഹിന്റെ എണ്ണം തന്നെ കുറഞ്ഞാലും അത് നിസ്കാരം ബാത്തിലാവുകയില്ല, കാരണം ഇതൊക്കെ സുന്നത്താണ്. ഇനി നിസ്കാരത്തിൽ തസ്ബീഹിന്റെ എണ്ണം കുറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് തസ്ബീഹ് നിസ്കാരമായി പരിഗണിക്കപ്പെടാതിരിക്കില്ല. അത് തസ്ബീഹ് നിസ്കാരം തന്നെയാണ്. പക്ഷെ ആ സുന്നത്ത് പിന്നെ നഷ്ടപ്പെട്ട തസ്ബീഹുടെ എണ്ണത്തിനനുസരിച്ചുള്ള അതിന്റെ മഹത്വം കുറയും. അതേസമയം തസ്ബീഹ് നിസ്കാരം തന്നെയാണ്. എന്നാൽ ഒരാൾ തസ്ബീഹ് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി തസ്ബീഹുകളായ 300 തസ്ബീഹ് മറന്നാലോ, എന്നാൽ പിന്നെ അത് തസ്ബീഹ് നിസ്കാരമായി പരിഗണിക്കപ്പെടുകയില്ലെങ്കിലും ഒരു മുത്ലഖ് സുന്നത്ത് നിസ്കാരമായിട്ട് പരിഗണിക്കും. ഏതായാലും നിസ്കാരം ബാത്തിലാകുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ഈ മഹത്തായ നിസ്കാരം പരിശുദ്ധമായ റമളാനിലോ മറ്റു സമയങ്ങളിലൊക്കെ നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. www.hubburrasool.net